ഹിന്ദു മിത്തോളജിയും ഹിന്ദു സംസ്കാരത്തിനെയും വിറ്റഴിച്ച് സിനിമയിലൂടെ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് SS രാജമൗലിയാണ്. നമുക്കറിയാം, ബാഹുബലിയിൽ തുടങ്ങിയ ഒരു ട്രെൻഡാണ്. അതിനുശേഷം മറ്റ് സംവിധായകർ കൂടി ആ ട്രെൻഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് കാന്താര, പിന്നെ കാർത്തികേയ 2, അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളൊക്കെ ഹിന്ദു സംസ്കാരത്തിന്റെ പേരെയുള്ള സിനിമകൾ വന്നിരുന്നു. അതെല്ലാം തന്നെ വമ്പിച്ച സ്വീകരണവും അതിന് ലഭിച്ചതാണ്. പക്ഷെ ഇങ്ങനെ സിനിമയിലൂടെ ഹിന്ദു സംസ്കാരത്തിനെ വിറ്റഴിക്കാമെന്ന് കാണിച്ചു കൊടുത്ത ഒരു സംവിധായകനാണ് SS രാജമൗലി. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് താനൊരു അവിശ്വാസിയാണ്, താൻ ദൈവവിശ്വാസി അല്ല എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നവംബർ 15-ന് ഹൈദരാബാദിലെ അദ്ദേഹത്തിന്റെ റാമോജി ഫിലിം സിറ്റിയിൽ, അദ്ദേഹത്തിന്റെ അല്ല, ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ വെച്ച് നടന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വാരണാസിയുടെ ടൈറ്റിൽ ടീസർ റിലീസ് ചടങ്ങ്, ആ ചടങ്ങിൽ 50,000-ത്തിലധികം പേർ പങ്കെടുത്തൊരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തപ്പോൾ ഇതില് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു ചടങ്ങുകൾ. അപ്പോൾ അതുമായിട്ട് സാങ്കേതിക തകരാറുകൾ കാരണം ആ പരിപാടി തടസ്സപ്പെട്ടപ്പോൾ അദ്ദേഹം, പൊതുവെ സൗമ്യനും ശാന്തനുമായി കാണപ്പെടുന്ന അദ്ദേഹം, അന്ന് രോഷാകുലനായി, കുറച്ച് അസ്വസ്ഥനായി അദ്ദേഹം. അങ്ങനെ ആദ്യം ഈ ടൈറ്റിൽ ടീസറുകൾ റിലീസായ സമയത്ത് ഇത് ഡിസ്പ്ലേ കാണിക്കുന്ന സമയത്ത് ഇത് ചില ആളുകൾ പകർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആദ്യം അവർക്ക് നേരെയായിരുന്നു കയർത്തത്. അതിനുശേഷം ഇദ്ദേഹം ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കാൻ തുടങ്ങി, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന്. അതായത് ഇദ്ദേഹം തെലുങ്ക് ഭാഷയിൽ സംസാരിക്കുന്ന ചില ക്ലിപ്പുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതായത്, ഞാൻ ദൈവത്തിൽ വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷെ കുറച്ചുനാൾ മുൻപ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി നമ്മളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയാണോ അവൻ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയും പറയുന്നുണ്ട്, അതായത് തൻ്റെ ഭാര്യ ഹനുമാന്റെ വലിയ ഭക്തയാണെന്നും ഭാര്യ ഹനുമാൻ സ്വാമിയെ സുഹൃത്തായിട്ടാണ് കണക്കാക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അവളോടും ദേഷ്യം തോന്നി എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങളൊന്നും തന്നെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് നിരീശ്വരവാദിയായിട്ടുള്ള ഈ വ്യക്തി എന്തിനാണ് സാങ്കേതിക തകരാറുകൾ ഉണ്ടായപ്പോൾ സാങ്കേതിക ടീമിനെ പഴി പറയുന്നതിന് പകരം ദൈവത്തിനെ പഴി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം സാങ്കേതിക തകരാറുണ്ടാകുമ്പോൾ സാങ്കേതിക ടീമിനെയാണല്ലോ പറയേണ്ടത്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൻ പരിഹാസമാണ് SS രാജമൗലി ഏറ്റുവാങ്ങുന്നത്. കപടനാട്യക്കാരൻ എന്ന് പോലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഹിന്ദു പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാരണാസി എന്ന സിനിമയുടെ ലോഞ്ചിനിടെയാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായെന്നും കൂടെ ആലോചിക്കണം. അപ്പൊ എന്തായാലും ബാഹുബലി, RRR ഇതെല്ലാം തന്നെ ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഹിന്ദു ഇതിഹാസങ്ങളെ മിൽക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കറക്കുകയാണ്, ഹിന്ദു പ്രത്യക്ഷ ശാസ്ത്രങ്ങളെ, ഹിന്ദു ഇതിഹാസങ്ങളെ, ഹിന്ദു വിശ്വാസങ്ങളെ എല്ലാം കറന്ന് ജീവിക്കുന്ന ഒരു സംവിധായകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് സിനിമകൾ വിൽക്കാൻ അദ്ദേഹത്തിന് ഹിന്ദു വിശ്വാസങ്ങൾ വേണം. അല്ലാത്തപ്പോൾ അദ്ദേഹം ഇതിനെ അങ്ങേയറ്റം നിന്ദ്യമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെ പറ്റി വരുന്ന പരാമർശങ്ങൾ. എന്തായാലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറയണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. SS രാജമൗലിയോ വാരണാസി ടീമിലെ മറ്റേതെങ്കിലും അംഗമോ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.